بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം പവിത്രമായ മുഹറം മാസത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജും പെരുന്നാളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും മറ്റ് പല നബിമാരുടെയും ചരിത്രം മുഹറം മാസം അഥവാ മുഹറം മാസത്തിലെ ആശുറ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഈ മുഹറം മാസം നോമ്പ് പിടിക്കാൻ, സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസമാണ് എന്ന് നമുക്കറിയാം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസം മുഹറം മാസമാണ് എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അപ്പം മുൻകാല നബിമാരും അവരുടെ അനുയായികളുമെല്ലാം മുഹറം 10 നോമ്പെടുത്തിരുന്നു എന്ന് ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഖുറൈശികൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും പാരമ്പര്യം അനുസരിച്ചാണ്. ഈ മുഹറം 10 അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന വിജയവും രക്ഷയുമെല്ലാം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം. അപ്പം മുഹറം 10 നോമ്പ് ഏറ്റവും ഉത്കൃഷ്ടമായ നോമ്പാണ്. മുഹറം മാസത്തിലെ നോമ്പ്, വിശിഷ്യ മുഹറം 10 മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു തആല തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആശൂറ ദിനത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾ, ചെറുപാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന നോമ്പാണ്. മുസ്ലിം അതുപോലെ തന്നെ ഇബ്നു മാജ തുടങ്ങിയ ഹദീസുകളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഇബ്നു മാജയിൽ ഇപ്രകാരമാണ്, സിയാമു യൗമി ആശൂറ, ആശൂറ ദിവസത്തെ നോമ്പ്, ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ബഅദ, വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഭാവിക്കുന്നു എന്നാണ്. അലി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അയ്യു ഷഹരിൻ തഅമുറുനി അൻ അസൂമ ബഅദ ഷഹരി റമളാന, റമളാൻ മാസത്തിനു ശേഷം ഏതു മാസത്തിലാണ് ഞാൻ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് അങ്ങ് എന്നോട് കൽപ്പിക്കുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് അള്ളാഹിന്റെ റസൂലിനോട് ഒരാൾ ചോദിക്കുന്നത് അല്ലാതെ വേറെ ആരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരാൾ നബിതങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ നബിതങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. നബിതങ്ങളോട് അയാളും ചോദിച്ചു, അയ്യോ ഷഹരിൻ തഅമുറുനി അൻ അസൂമ ബഅദ ഷഹ്രി റമളാൻ, നബിയെ റമളാൻ മാസത്തിന് ശേഷം നോമ്പ് പിടിക്കാൻ അങ്ങ് എന്നോട് കൽപ്പിക്കുന്നത് ഏത് മാസമാണ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇൻകുന്ത സ്വായിമൻ ബഅദ ഷഹ്രി റമളാൻ, റമളാൻ മാസത്തിനു ശേഷം നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഫസുമിൽ മുഹറം മാസം നോമ്പ് പിടിക്കുക. ഫഇന്നഹു ഷഹറുല്ലാ, കാരണം തീർച്ചയായും മുഹറം അള്ളാഹുവിൻ്റെ മാസമാണ്. ഫീഹി യൗമുൻ താബല്ലാഹു ഫീഹി അലാ ഖൗമിൻ, അല്ലാഹു തആല ഒരു ജനതയുടെ തൗബ സ്വീകരിച്ച ദിവസം, അങ്ങനെയുള്ള ഒരു ദിവസം ആ മുഹറം മാസത്തിലുണ്ട്. വയതൂബു ഫീഹി അലാ ഖൗമിൻ ആഖരീന, മറ്റൊരു ജനതയുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും, അങ്ങനെയുള്ള ഒരു ദിവസം
ഈ മുഹറം മാസത്തിലുണ്ട്, അഥവാ ആശുറാ ദിനമാണ്. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയുടെയൊക്കെ തൗബ സ്വീകരിച്ച ദിവസമാണ് ആശുറാ ദിനം. നമ്മുടെ എല്ലാം തൗബ അല്ലാഹു തആല സ്വീകരിക്കുന്ന ദിവസമാണ് ആശുറാ ദിനം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരാൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസത്തിലാണ്. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്ന ദിവസം ഈ മുഹറം മാസത്തിലുണ്ട്, അഥവാ ആശുറാ ദിനം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, ഈ മുഹറം മാസത്തിലെ ആശുറാ ദിനത്തിലെ നോമ്പിന് ആധാരം, അത് സുന്നത്താകാനുള്ള ആധാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. അപ്പോൾ ജൂതന്മാരെ കണ്ടു ആ ആശുറാ ദിനം മുഹറം 10 നോമ്പ് പിടിക്കുന്നതായിട്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് നല്ലൊരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായേൽ മിൻ അദുബിഹിം, അല്ലാഹു തആല ഇസ്രായേലിനെ അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഈ ദിവസം. ഫസാമഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിവസം നോമ്പ് പിടിച്ചു. അള്ളാഹുവിന് സഹീഹ് മുസ്ലിമിൽ അല്പം കൂടെയുണ്ട്, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹീഹ് മുസ്ലിമിൽ കാണാം, അല്ലാഹു തആലക്ക് നന്ദിയായിട്ട് മൂസാ നബി, രക്ഷപ്പെടുത്തിയതിന്റെ നന്ദിയായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് പിടിച്ചു. ഞങ്ങളും അതുകൊണ്ട് മുഹറം 10 ഇങ്ങനെ നോമ്പ് പിടിച്ചു വരികയാണ്. ബുഖാരി തുടരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസാ നബിയോട് ഏറ്റവും കടമപ്പെട്ടയാൾ ഞാനാണ്. ഫസാമഹു, നബി തങ്ങൾ മുഹറം 10 നോമ്പ് പിടിച്ചു. വാമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ബുഖാരിയിലും അതുപോലെ സഹീഹ് മുസ്ലിമിലും എല്ലാം കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് മുഹറം 10 നോമ്പ് പിടിക്കാൻ കാരണം. എന്നാൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സഹാബാക്കൾ അപ്പോൾ ചോദിച്ചു, യാ റസൂലുള്ളാഹി ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വൻ നസാറ, ജൂതന്മാരും നസാറാക്കളുമെല്ലാം മഹത്വവൽക്കരിക്കുന്ന, മഹത്വമാക്കി കൽപ്പിക്കുന്ന, മഹത്വമായി കരുതുന്ന ദിവസമല്ലേ ഇത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫൈദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹ്, വരുന്ന വർഷം വരികയാണെങ്കിൽ സുന്നൽ യൗമത്താസിഅ, മുഹറം 9 നമ്മൾ നോമ്പ് പിടിക്കും. കണ്ടോ, മുഹറം വരുന്ന വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, വരുന്ന വർഷം വരികയാണെങ്കിൽ മുഹറം 9 നോമ്പ് പിടിക്കും. അവർ മുഹറം 10 മഹത്വമായി കണക്കാക്കുന്നല്ലോ എന്ന് സഹാബാക്ക ചോദിച്ചപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ പിടിക്കും. അപ്പോൾ അതിനെന്താണ് പ്രത്യേകത? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞാണ്, വരുന്ന വർഷം ഉണ്ടെങ്കിൽ 9 നമ്മൾ നോമ്പ് പിടിക്കും. വേറെ റിപ്പോർട്ടിൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, വരുന്ന വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ശേഷിച്ചിരിക്കുകയാണെങ്കിൽ 9 നോമ്പ് പിടിക്കും. അപ്പോൾ മുഹറം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വർഷം മുഹറം മാസത്തിൽ വരെ ജീവിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ മുഹറം 9 നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചത്. എന്തിനാണ്? വൽ ഹിക്മത്തു മുഖാലഫത്തുൽ യഹൂദി, ഇതിലെ ഹിക്മത്ത് എന്താ? 10 മാത്രം നോമ്പ് പിടിച്ച 10 മഹത്വം അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് നന്ദിയായിട്ടാണല്ലോ. അപ്പോൾ 10 അല്ലാതെ 9 നോമ്പ് പിടിക്കാൻ പറഞ്ഞുള്ള ഹിക്മത്ത് മുഖാലഫത്തുൽ യഹൂദി, ജൂതരോടുള്ള വിയോജിപ്പാണ്, അവിടെ സംസ്കാരത്തോടുള്ള വിയോജിപ്പാണ്. വമിൻ സമ്മ, ഇക്കാരണത്താൽ അവരോട് വിയോജിപ്പുണ്ടാകണം എന്ന കാരണത്താൽ സുന്ന ലിമല്ലം യസുംഹു, 9 നോമ്പ് പിടിക്കാത്തവർക്ക് സുന്നത്താണ്. 9 നോമ്പ് പിടിച്ചില്ല, അങ്ങനെയൊക്കെ സുന്നത്താണ്. സൗമുൽ ഹാദി അഷറ, 11 നോമ്പ് പിടിക്കുക, 10ന്റെ കൂടെ 11 നോമ്പ് പിടിക്കുക, ഇത് സുന്നത്താണ്. 9 പിടിച്ചില്ലെങ്കിൽ 10ന്റെ കൂടെ 11 നോമ്പ് പിടിക്കുക. അപ്പം ജൂതരോടുള്ള ആ മുഖാലഫത്ത്, ആ വിയോജിപ്പ് ഉണ്ടാകും. ഷാഫി മദ്ഹബിന്റെ ഫിഖഹിന്റെ കിതാബ് ഫത്ഹുൽ മുൻ തുടങ്ങിയ കിതാബിൽ കാണാം, ബൽ ഇൻ സാമഹു എന്ന് മാത്രമല്ല, 9 നോമ്പ് പിടിച്ചാലും 11 നോമ്പ് പിടിക്കുക. ലി ഖബരിൻ ഫീഹി, അതിൽ ഹദീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, സൂമു യൗമ ആശുറ, ആശുറാ ദിനത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. വഖാലിഫുൽ യഹൂദ, ജൂതരോട് നിങ്ങൾ വിയോജിക്കുക. വസൂമു ഖബ്ലഹു യൗമൻ, ആശുറാ ദിനം മുഹറം 10 ഒരു ദിവസം
അതിന് മുമ്പുള്ള ഒരു ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കുക. വബഅദഹു യൗമ, അതിനുശേഷമുള്ള ഒരു ദിവസവും നിങ്ങൾ നോമ്പ് പിടിക്കുക. വഫിൽ ഉമ്മി, ഷാഫി മദ്ഹബിലെ ഉമ്മെന്ന കിതാബിലുണ്ട് ലാ ബഅസ അൻ യുഫ്രിദഹു, എന്നാൽ ഈ ലാ ബഅസ അൻ യസൂമൽ ആശറ വഹദ, മുഹറം 10 മാത്രം നോമ്പ് പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അഥവാ കറാഹത്തില്ല. ഫതുഹുൽ മുഈന് അതിന്റെ ശറഹ് ഇആനത്തു താലിബീനിൽ എല്ലാം കാണാൻ കഴിയും. കറാഹത്തില്ല ഷാഫി മദ്ഹബിൽ. ഹനഫി മദ്ഹബിൽ 10 മാത്രം നോമ്പ് പിടിക്കൽ കറാഹത്താണ്. ഒന്നുകിൽ 9ഉം 10ഉം കൂടെ പിടിക്കുക, അല്ലെങ്കിൽ 10ഉം 11ഉം കൂടെ പിടിക്കുക. ഷാഫി മദ്ഹബിന്റെ കിതാബിൽ 10 മാത്രം പിടിക്കൽ കറാഹത്തില്ല, എങ്കിലും ഈ ജൂതരോടുള്ള വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ, വിയോജിപ്പുണ്ടാകണമെന്ന അടിസ്ഥാനത്തിൽ 10ന്റെ കൂടെ 9 നോമ്പ് പിടിക്കുക. 9 പിടിച്ചാലും 10ന്റെ കൂടെ 9ഉം 10ഉം അതിന്റെ കൂടെ 11ഉം കൂടെ പിടിക്കൽ സുന്നത്തുണ്ട് എന്ന് ഷാഫി ഫിഖ്ഹുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മുഹറം 9നും 10നുമൊപ്പം 11നും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് ഷാഫി മദ്ഹബിന്റെ കിതാബിൽ കാണാം. അപ്പൊ റമളാനില് നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് ആ നോമ്പും ഈ സുന്നത്തും കൂടെ കരുതിയാൽ രണ്ടും ലഭിക്കും. ഷാഫി മദ്ഹബിന്റെ കിതാബുകളിൽ കാണാം. കൂടാതെ വ്യാഴം, തിങ്കൾ എന്നിവ യോജിച്ചു വന്നാൽ വ്യാഴാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണ്, തിങ്കളാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഈ പ്രാവശ്യം അങ്ങനെ യോജിച്ചു വരുന്നില്ല. അങ്ങനെ യോജിച്ചു വന്നാൽ അവയുടെ സുന്നത്തും കരുതാം, തിങ്കളാഴ്ചത്തെ നോമ്പ്. അതുപോലെ തന്നെ ആശുറാ ദിനത്തിലെ അല്ലെങ്കിൽ മുഹറം 9ന്റെ അല്ലെങ്കിൽ 10ന്റെ ആ നോമ്പ്, അല്ലെങ്കിൽ 11ന്റെ നോമ്പ്, അതോടൊപ്പം തന്നെ തനിക്ക് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയ നോമ്പ്, ഇതെല്ലാം ഒരുമിച്ച് നിയ്യത്ത് ചെയ്യാം, അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് ഷാഫി മദ്ഹബിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പരിശുദ്ധമായ മുഹറം 9ഉം 10ഉം വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും. അപ്പോൾ ഈ ദിവസം നോമ്പ് പിടിക്കുക പ്രബലമായ സുന്നത്താണ്. മദ്ഹബിന്റെ കിതാബുകളിലെല്ലാം അത് സുന്നത്താണ്, സുന്നത്തായി കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നോമ്പ് നമ്മൾ പിടിക്കുക. 10 മാത്രം പിടിക്കൽ ഷാഫി മദ്ഹബിൽ കറാഹത്തില്ല, ഹനഫി മദ്ഹബിൽ കറാഹത്താണ്. അപ്പോൾ 9ഉം 10ഉം പിടിക്കുക, അല്ലെങ്കിൽ 10ഉം 11ഉം പിടിക്കുക. ഷാഫി മദ്ഹബിൽ 9ഉം 10ഉം പിടിക്കുന്നതിനോടൊപ്പം 11ഉം കൂടെ പിടിക്കൽ സുന്നത്താണ് എന്ന് കാണാൻ കഴിയും. ഈ മുഹറം 9, 10ന് നമ്മൾ എന്ത് വേണം? പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട അമലുകൾ തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങുക, നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിരതരാവുക, ദുന്യവിയും ഉഖറവിയുമായ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുക. അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുക. കുടുംബബന്ധം വിച്ഛേദിക്കുകയല്ല വേണ്ടത്, കുടുംബബന്ധം പുലർത്തണം. പിന്നെ സദഖ ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇതെല്ലാം ഖുർആൻ പാരായണം, ദിക്റുകൾ, തസ്ബീഹുകൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം ഈ മുഹറം 10ാം രാവ് 10ന് എല്ലാം ഉത്കൃഷ്ടമായ സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും, മുഹറം 10ന് ആരെങ്കിലും തൻ്റെ കുടുംബാദികൾക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ അല്ലാഹു തആല ആ വർഷത്തിലെ മറ്റു ദിനങ്ങളിലെല്ലാം അവന് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഇത് ഫിഖഹിന്റെ കിതാബുകളിൽ ഷാഫി മദ്ഹബിന്റെ കിതാബിലും കാണാം, ഹനഫി മദ്ഹബിന്റെ കിതാബിലും കാണാം. ഇത് കുടുംബങ്ങളിൽ ഭക്ഷണ വിശാലത ചെയ്യുക, നോമ്പ് പിടിക്കാതെ ഭക്ഷണം വിശാലത ചെയ്യാൻ, നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പ് തുറക്കാനുള്ള വിശാലത അവർക്ക് ചെയ്തു കൊടുക്കുക, കുടുംബത്തോടൊപ്പം നോമ്പ് പിടിക്കുക. അങ്ങനെ ആ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക. സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം, അത് സുന്നത്താണ് എന്ന് ഫിഖഹിന്റെ കിതാബുകൾ, ഷാഫി മദ്ഹബിലെ കിതാബുകൾ, അതുപോലെ ഹനഫി മദ്ഹബിലെ റദ്ദുൽ മുഹ്താർ തുടങ്ങിയ കിതാബുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ, ഉപജീവനത്തിൽ വിശാലത ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തെ ആദരിക്കുന്നവരിൽ, വിശിഷ്യ മുഹറം 10നെ ആദരിക്കുന്നവരിൽ, ആ മുഹറം 9, 10 അല്ലെങ്കിൽ 10, 11 അല്ലെങ്കിൽ 9ഉം 10ഉം 11ഉം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ ഇത്യാദി സൽക്രമങ്ങളിലൂടെ ഈ ദിനങ്ങളെ ആദരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അല്ലാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, അർഹമുർ റഹീമിനായ തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ എല്ലാം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഭൗതികവും ആത്മീയവുമായ ഇഹപര വിജയങ്ങൾ
കരസ്ഥമാക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.